ഹലോ ഫ്രണ്ട്സ്, ഞാൻ അസർ സാദിഖ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഗോവയിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്നലെ നമ്മൾ കുറച്ച് മഴയൊക്കെ നനഞ്ഞ് ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് കിടന്നുറങ്ങി. പക്ഷെ എണീറ്റത് കുറച്ച് ലേറ്റ് ആയി പോയി. അങ്ങനെ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി താഴെ വന്നു. അങ്ങനെ നമുക്ക് രാവിലത്തെ ഫുഡ് കാര്യങ്ങൾ, ചപ്പാത്തി, റൊട്ടി, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുമ്പോഴും വാജിദിന് പറയാനുള്ളത് കടയിലെ സെയിലിനെ പറ്റിയും ടാർജറ്റിനെ പറ്റിയും മാത്രമാണ്. അതുപോലെ തന്നെ നവാസിക്ക ടൂറിന് ട്രിപ്പിന് വന്നിട്ടുണ്ടെങ്കിലും കസ്റ്റമേഴ്സിന്റെ നിരന്തരം കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റിസപ്ഷനിൽ പോയി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് ഇന്നത്തെ വണ്ടി വരാൻ വേണ്ടി. അപ്പം സന്തോഷ് ഭായി വരാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പം രാവിലെ വിളിച്ചായിരുന്നു ഇത്ര മണിക്ക്, 9 മണി 9:30 ആകുമ്പോഴത്തേക്ക് വണ്ടി വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏകദേശം ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും എല്ലാം റെഡി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു. നമ്മളിപ്പോ ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് വാക്സ് മ്യൂസിയത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അങ്ങോട്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് കയറുമ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏകദേശം വണ്ടി വിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ മഴയായി. പിന്നെ എന്തോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ കുറച്ച് തോർന്നു. അപ്പം നമ്മുടെ സന്തോഷ് ഭായി പറഞ്ഞത് ഒരു 2-3 ആഴ്ചയായിട്ട് ഭയങ്കര മഴയാണ് ഗോവയില്. അതുപോലെ തന്നെ ഇപ്പം സീസൺ ടൈം അല്ല, അങ്ങനെ ഒരു കുഴപ്പങ്ങളുണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയം സീസൺ ടൈം അല്ല, ഓഫ് സീസൺ ആണ്. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിന്റെ അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു. ഞങ്ങൾ പതുക്കെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വാക്സ് മ്യൂസിയത്തിൽ പോകുന്നത്. നമ്മൾ ഒരു തവണയെങ്കിലും നേരിൽ കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ സ്റ്റാച്ചുകൾ ഉണ്ടായിരുന്നു. കുറെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. കുറെ പേരൊക്കെ കറക്റ്റ് ഫിഗർ ആയിരുന്നു അവരോട് ചെയ്തു വെച്ചിരുന്നത്. ചിലവരുടെയൊക്കെ ഭയങ്കര മോശമായിരുന്നു. എന്ന് വെച്ചാൽ അതുമായിട്ട് വലിയ സാമ്യമൊന്നും തോന്നിയൊന്നുമില്ല. പക്ഷെ കുറെ പേരുടെ സിനിമാ നടന്മാരുടെ ഒക്കെ ഏകദേശം പക്കായിരുന്നു ഫേസും കാര്യങ്ങളും ഒക്കെ. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ നമ്മൾ കണ്ടത് വിജയുടെ ഒരു പ്രതിമയാണ്, തളപതി വിജയ്. പക്ഷെ ഒരു സൈഡിൽ നിന്ന് രാംചരനും ഒരു സൈഡിൽ നിന്ന് വിജയുമായി പോയി. അങ്ങനെ എല്ലാം അവിടെ നിന്ന് കുറെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. നല്ലൊരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു വാക്സ് മ്യൂസിയം. നമ്മളടുത്ത് പോകാൻ പോകുന്നത് ചഫോറ ഫോർട്ടിലേക്കാണ്. വണ്ടി കയറി പാട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അസീമിന്റെയും ബിലാലിന്റെയും പിന്നെ ഷംനാദിന്റെയും അടിപൊളി ഡാൻസ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട്
അങ്ങനെ നമ്മൾ ചഫോറ ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. താഴെ നമുക്ക് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അവിടെ 20 രൂപയാണ് കാറൊക്കെ പാർക്ക് ചെയ്യുന്നതിന്. താഴെ നിന്ന് നല്ല അത്യാവശ്യം നല്ലൊരു കയറ്റം തന്നെയാണ്. രണ്ടു വശത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട്. കരകൗശല വസ്തുക്കളൊക്കെ ഒരുപാട് ഉണ്ട്. നമുക്ക് റേറ്റും കാര്യങ്ങളും ചോദിച്ചതിനു ശേഷം മാത്രമേ മേടിക്കാവൂ. കാര്യം അന്യായ വിലയാണ്. അവസാനം നമ്മൾ അങ്ങനെ മുകളിലെത്തി. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ നമുക്ക് ടിക്കറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഏകദേശം 150 സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ അസീം കുഴഞ്ഞ് നിൽക്കുകയാണ്. സ്റ്റെപ്പ് ഒരടി ഇനി ഞാൻ മുമ്പോട്ടില്ലെന്നും പറഞ്ഞിരിക്കുകയാണ്. അസീം ഒഴികെ ബാക്കി എല്ലാവരും മുകളിൽ വന്ന് അന്യായ വ്യൂ ആയിരുന്നു മുകളിൽ ചെന്ന് കഴിയുമ്പോൾ. കാര്യം ഒരുപാട് പ്രത്യേകതകളുള്ള ഫോർട്ടാണ് ഈ ചഫോറ ഫോർട്ട്. ഒരു സൈഡിൽ വാഗാതോറിന്റെ ബീച്ചും മറു സൈഡിൽ മിനാമേർ ബീച്ചും പുറകുവശത്ത് ചഫോറ നദിയും ഒക്കെ ഉള്ള ഒരു ഫോർട്ടാണ് ഈ ചഫോറ ഫോർട്ട്. മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 53 കിലോമീറ്ററും ഗോവയുടെ തലസ്ഥാനമായ പഞ്ചമിയിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്ററുമാണ് ഈ ചഫോറ ഫോർട്ടിലേക്ക് വന്നത്. ഇതാണ് മെയിൻ എൻട്രൻസ്. 2 വർഷം മുമ്പ് വരെ ഈ ഒരു എൻട്രൻസ് വരെ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. നമുക്ക് പഴയ വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരുപാട് കച്ചവടക്കാരായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 2 വർഷത്തെ അടുത്തായിട്ടേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ ഈ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ പണിതിട്ട്. അപ്പൊ നമ്മുടെ കൂടെ സന്തോഷ് ഭായി നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തന്നെ പണിതിട്ട്. ഇവിടെ നമ്മുടെ അതായത് അമീർ ഖാന്റെ ദിൽചാത്ത സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലവും കൂടിയാണ്. അവിടുത്തെ നമ്മൾ ആ പഴയ വീഡിയോ ഒക്കെ ആ സോങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് പോർഷനൊക്കെ നമുക്ക് മനസ്സിലാവും. വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു മുസ്ലിം ഭരണാധികാരി നിർമ്മിച്ചാണ് ഈ ചഫോറ ഫോർട്ട്. അതിനുശേഷം പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തി അവരുടെ അധീനതകളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് വാഗത്തോട് ബീച്ച്. ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മിനാമാർ ബീച്ച് വരുന്നത്. ബാക്ക് സൈഡിൽ ഈ പറഞ്ഞ ചഫോറ നദി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു വ്യൂ ആണ്. അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോസ് ഒക്കെ ഒരുപാട് എടുത്തു. പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒന്നും നോക്കിയില്ല. കയ്യിലിരുന്ന റെയിൻകോട്ട് ഇട്ട് പതുക്കെ താഴത്തോട്ട് അങ്ങ് ഇറങ്ങി. ഇങ്ങോട്ട് പോയ അവസ്ഥയല്ല, ഇങ്ങോട്ട് തിരിച്ചു വന്നത്. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം 1 മണി 1:30 ആയപ്പോഴത്തേക്കും ഞങ്ങള് ഫോർട്ടിൽ നിന്ന് താഴോട്ടിറങ്ങി. കാര്യം നല്ലപോലെ വിശക്കുന്നു. കാര്യം വെയിൽ ഒരുപാട് കൊണ്ട് കാണുന്നതല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്തത് ഒരു ഹോട്ടലിലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ വീഡിയോ കാണിക്കുന്നില്ല. കാര്യം ഫുഡ് കൊള്ളത്തിലായിരുന്നു, മോശമായിരുന്നു. ഞങ്ങൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും മോശമായ ഫുഡായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അടുത്ത് പോയത് വാഗത്തോട് ബീച്ചിലേക്കാണ്. നമ്മൾ ആ ഫോർട്ടിൽ നിന്നപ്പോൾ ഒരു ബീച്ച് കണ്ടില്ല ലെഫ്റ്റ് സൈഡിൽ, ആ ബീച്ചിലേക്കാണ് പോകുന്നത്. അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പതുക്കെ നടക്കുകയാണ്. ഈ പറഞ്ഞ ഒരുപാട് കച്ചവടക്കാർ ഉണ്ട്. കരകൗശല വസ്തുക്കളാണ് ഒരുപാടുള്ളത്. പക്ഷെ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൈ കൊള്ളും, അമ്മാതിരി റേറ്റ് ആണ് അവിടെ. അപ്പം നമ്മൾ ബീച്ച് എത്തുമ്പോഴത്തേക്കും മഴ പെയ്തു. പിന്നെ റെയിൻകോട്ട് എടുത്ത് കൈ പിടിച്ചാണ് നടക്കുന്നത്. എപ്പോഴാണ് മഴ പെയ്യുന്ന അറിയത്തില്ല. കാര്യം വണ്ടി കുറച്ച് മാറ്റിയാണ് അവിടെ ഇട്ടേക്കുന്നത്. പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് റെയിൻകോട്ടും കൊണ്ടാണ് നമ്മൾ പോയത്. എനിക്ക് ബീച്ച് കണ്ടിട്ട് വലിയ പ്രത്യേകതയൊന്നും തോന്നിയതില്ല. ഇതിലും നല്ല ബീച്ചാണ് നമ്മുടെ വലിയഴിക്ക ബീച്ച്. അങ്ങനെ അവിടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബിലാൽ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറായിട്ട് മാറി. കാര്യം അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെ ഫോട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്ത് അത് അവരെ കാണിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് എനിക്ക് ഗുരുവായി. കാര്യം ഞാൻ അവരുടെ നമ്പർ മേടിച്ചത് വാട്സപ്പിൽ സെൻഡ് ചെയ്യേണ്ട അവസ്ഥ വന്നു. നല്ല രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരുപാട് എടുക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന് സ്പെൻഡ് ചെയ്തു. ഏകദേശം ഒരു 5 മണി 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബീച്ച് വിട്ട് നേരെ റിസോർട്ടിൽ ചെന്ന് പൂളിലൊക്കെ ചാടി കുറച്ചു നേരം കുളിച്ച്. പക്ഷേ എല്ലാവരുടെയും ഫോൺ ചാർജില്ലാത്തതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ നേരം കിടന്ന് ഉറങ്ങി. അതിനുശേഷം ഏകദേശം രാത്രിയിൽ 8 മണി 8:30 ആയപ്പോൾ എണീറ്റു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ താഴെ വന്നു. ഉച്ചക്കത്തെ ഫുഡ് അങ്ങനെ ആരും അല്ല നല്ല രീതിയിൽ കഴിച്ചില്ല. കാര്യം ഫുഡ് കുറച്ച് മോശമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ വയർ നിറച്ച് ഫുഡ് കഴിച്ചു. അപ്പം വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബൈ ബൈ.